ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓൺ സൂര്യ സാം ഫാമിലി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ ആണ് കേട്ടോ. സൺഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. യാതൊരുവിധ മഴയോ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, സോളാർ എനർജി. അതിൻ്റെ പോലെ തന്നെ ചേച്ചിയുടെ വീട്ടിലെ കുക്കിംഗ് ക്ലീനിങ് ഒക്കെ വളരെ സന്തോഷകരമായിട്ട് നിറഞ്ഞ് നടന്നു എന്ന് വേണം പറയാൻ. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലീനിങ് ഒക്കെ മടിയാവുന്ന ഒരു ഉറക്കം തൂങ്ങണ ഫീലാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് ഉറക്കം തൂങ്ങണ ഫീലുണ്ട്. അതിനെപ്പറ്റി ഞാൻ വരുന്ന പറയുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്നോട് പലരും ചോദിച്ചായിരുന്നു, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇൻസിൻറേറ്ററിൽ കത്തിക്കുന്ന ചാരമൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. വേറെ ഒന്നുമല്ല മക്കളെ, ഇതിൽ ചാരം അത്യാവശ്യം വരുമല്ലോ നമ്മൾ കത്തിച്ചു കഴിയുമ്പം. അപ്പോൾ നമ്മളതൊരു ഒരു റെഡ് കളറിലുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബാസ്ക്കറ്റിൽ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് കൊണ്ടുവന്നിട്ട് അത് ഡംപ് ചെയ്യും. പക്ഷെ ഇന്നിപ്പം എനിക്ക് ഡംപ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ബിക്കോസ് അതിൽ വെള്ളം വീഴും. അതിൽ നിന്നുള്ളത് നമ്മൾ കഴുകിയിടുമ്പോൾ വെള്ളം വീഴും. അപ്പം ട്രേ ഒക്കെ കഴുകിയിട്ട് ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻസിൻറേറ്റർ ലീഗലാണോ അല്ലയോ എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് ഇൻസിൻറേറ്റർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഇൻസിൻറേറ്റർ ഉണ്ട്. ഇൻസിൻറേറ്റർ ലീഗലാണ് കേട്ടോ. പക്ഷേ ഇൻസിൻറേറ്ററിൽ നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ഒന്നും കത്തിക്കാൻ പാടില്ല. ലൈക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, ഹെൽത്തിന് ഹാംഫുള്ളായ വേസ്റ്റ് ഒന്നും കത്തിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇൻസിൻറേറ്റർ നമ്മൾ ലീഗലാണ്. അതിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ തന്നെ അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടാണല്ലോ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇൻസിനറേറ്റർ ലീഗലാണ് കേട്ടോ. ഇൻസിനറേറ്റർ യൂസ് ചെയ്യാം, കത്തിക്കാം കേട്ടോ. വേറെ എന്ത് ചെയ്യാനാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അതായതുകൊണ്ട് നമുക്ക് വേറെ രക്ഷയില്ല. പിന്നെ അടുത്ത പരിപാടി ഇനിയിപ്പം ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐറ്റം അല്ല വന്നിരിക്കുന്നത്. അൺബോക്സിങ് ഐറ്റം സെറക്കുട്ടിയുടെയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെറക്കുട്ടിക്ക് ഒരു പെൻസിൽ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞത് കാത്തിരിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ ആഗ്രഹം കൊണ്ടിട്ടാണോന്ന് അറിയത്തില്ല. ഒരു ദിവസം മുന്നേ തന്നെ വന്നു. അപ്പോൾ പറഞ്ഞു, മമ്മി നമുക്കത് വീഡിയോയിൽ കാണിക്കാം. കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സമയക്കുറവിൻ്റെയാണ്, വേറെ ഒന്നുമല്ല, ഫുൾ ടൈം ഈ ടി വി മൊബൈലും ആണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ, മാഡം ഭയങ്കര തിരക്കിലായതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. സിപ്പ് കവറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. സംഭവം കുഴപ്പമൊന്നുമില്ല, ഒരു പേർപ്പിൾ കളറിലെയാണ്. 320 റുപ്പീസ് എന്തോ ആയിരുന്നു സംഭവത്തിന്. അപ്പോൾ ഇപ്രാവശ്യം ഇത് വാങ്ങിച്ചു കൊടുത്തു. കാരണം ബാഗും കാര്യങ്ങളും ഒന്നും വാങ്ങിയില്ലല്ലോ. സങ്കടമൊന്നുമില്ല കേട്ടോ, യൂസ്ഡ് ആണ്, അതിനോട് യൂസ്ഡായി, അങ്ങനെ വേണം. അല്ലാണ്ട് നമുക്കിപ്പം എല്ലാ പ്രാവശ്യവും നമുക്ക് ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കുട്ടികൾ പെടരുതല്ലോ. എപ്പോഴും നമുക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. പക്ഷേ ഇവരുടെ ഡാഡി മിസ്റ്റർ സാം ഡിക്രൂസ് എൻ്റെ ഒരു പോളിസിക്ക് എതിരാണ്. വരുന്നുണ്ട്, ഈ വരുന്ന ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി ബാഗ് വാങ്ങിച്ചു കൊടുക്കുമോ, അവർ പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുമോ. ആൾ അങ്ങനത്തെ ഒരു മൈൻഡാണത്. വഴക്ക് അങ്ങനെ എന്നുവെച്ചാൽ പിള്ളേരെ വഴക്ക് പറയാൻ എന്തോ ഒരു സങ്കടം പോലെയാണ്. അതിന് വേണ്ടും അങ്ങനെ എന്നെ വഴക്ക് പറയും. അത് നമുക്ക് വേറെ രക്ഷയില്ല. കാരണം ഞാൻ വലിയവരുടെയും കുട്ടിയാണല്ലോ, ഇത് പിള്ളേർ അങ്ങേരുടെ കൊച്ചാണല്ലോ, മക്കളാണല്ലോ, അതുകൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി പക്ഷെ ഞാൻ വാങ്ങാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വേണ്ടാന്ന് ഞാൻ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാഗിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ബ്രാൻഡൊക്കെ ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു വർഷം കൂടി കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2 വർഷമൊക്കെ ഒരു ബാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ കണ്ടില്ലേ, അവിടെ നമുക്ക് ടൈം ടേബിളൊക്കെ എഴുതി ഒട്ടിക്കാം. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ ഒട്ടിക്കാം. അപ്പോൾ പൗച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു പൗച്ച് എന്തായാലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾ ഇന്നത്തെ ശ്രദ്ധിച്ചായിരുന്നോ? എൻ്റെ ഫേസ് കണ്ടിട്ട് മനസ്സിലായില്ലയോ എന്ന് അറിയത്തില്ല. ഒരു ഉറക്കം തൂങ്ങി മരത്തിൻ്റെ പോലെ ഇരിക്കുക ഞാൻ, ഇങ്ങനെ ഉറങ്ങാൻ തോന്നുന്നൊരു ഫീല്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ജിഞ്ചർ ടീ ഇട്ടാലും. നമ്മുടെ ഇവക്കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരാനുള്ള സമയമായി. എനിക്ക് ഈ ജിഞ്ചറിൻ്റെ ഈ പൗഡർ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അവൾ നാട്ടിൽ പോയി വന്നപ്പോൾ തന്നതായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, നല്ല സൂപ്പറാണ്, യൂസ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം നല്ല ഒരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ഞാനിപ്പം ചായ ഒരു നേരമൊക്കെ ആക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഞാനായതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. പക്ഷെ ഞാൻ രാവിലെയും ചായ നിർത്തിയിട്ട് ഞാൻ കരുതി ഇവിടെ ഹണി ഇരിക്കുന്നുണ്ട്, ഹണി വേസ്റ്റ് ആക്കരുത്. അപ്പം ഞാൻ ഹണിയും ഈ ജിഞ്ചർ പൗഡറും ഇത്തിരി നാരങ്ങ നീരും കൂടി ഇട്ട് കുടിച്ച് നോക്കാമെന്ന് കരുതി. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറയാം മക്കളെ, എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു 62 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ കവളൊക്കെ ഒട്ടി ഒരു മെനകെട്ട കോലമായി പോകും. അതുകൊണ്ട് ഞാൻ ഒരുമാതിരി വെയിറ്റ് കുറയ്ക്കുന്നതും എനിക്ക് ചേരില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഐഡിയൽ വെയിറ്റ് ആയിട്ടില്ല. ഞാൻ ജനിച്ചിട്ട് ഞാൻ നല്ല ഗുണ്ടുമണിയായിരുന്നു. അപ്പം എനിക്കൊരു പരിധിയിൽ കൂടുതൽ പെട്ടെന്ന് നമ്മൾ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും, നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നോക്കുന്നത് കേട്ടോ. ഇതിൽ കൂടരുത്, ഇതിൽ അധികം കുറയുകയും ചെയ്യരുത്. അപ്പം അങ്ങനെ. അപ്പം ഇവ വന്നു. പിന്നെ ഇവയുടെ കുറേ വിശേഷങ്ങളാണ്. അപ്പം എന്തൊക്കെയോ എന്നെ ട്രോളുമാണ് അവൾ. അപ്പം ഞാനും തിരിച്ച് ട്രോളുന്നതാണ്. അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബാണ്. സെറക്കുട്ടിയും ഞാനും തമ്മിലുള്ള വൈബ് വേറൊരു വൈബ്, അങ്ങനെയാണല്ലോ. കാരണം ഇവക്കുട്ടി നമ്മളൊരു ടീനേജ് ആകുമ്പം ആ ടീനേജിൻ്റെ വൈബ്. പക്ഷേ ഞാൻ വഴക്കൊക്കെ പറയും കേട്ടോ. അങ്ങനെ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇതുവരെയും വേറെ കുഴപ്പമില്ല.
ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഉണ്ടാവുമായിരിക്കാം, ടീനേജും കാര്യങ്ങളിലോട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ലഡ്ഡം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സുമേഷാണെന്ന് കഴിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ 2 കട്ടൻ ചായയുണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അമ്മ ജിഞ്ചർ ടീ കുടിക്കുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം ഞാൻ ടീ കുടിക്കട്ടെ, ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതാന്ന് പറഞ്ഞപ്പം അവളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവക്കടെ ചായ കൂടി കഴിഞ്ഞിട്ട് എന്നെ എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പം സംഭവം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല ബൂസ്റ്റ് നല്ല കഴിച്ച പോലെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, നല്ല ചിരിച്ച് മന്ദഹസിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോയാലും ചേച്ചിക്കല്ലേ പണി, നിറച്ചു ഇലകൾ വീണിട്ടുണ്ട്, ഇല പൊഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇവിടെ വൃത്തിയാക്കണം. സത്യം പറഞ്ഞ് എനിക്ക് സിറ്റ് ഔട്ട് വൃത്തിയാക്കണം വലിയ ഇഷ്ടമൊന്നുമല്ല. വീടിൻ്റെ അകത്ത് എനിക്ക് എങ്ങനെ വന്നാലും വൃത്തിയാക്കുന്ന ഇഷ്ടമാണ്. സിറ്റ് ഔട്ട് എനിക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യത്തില്ല. അപ്പം ഞാൻ കരുതി അത് പതിയെ ചെയ്യാൻ. ഇന്ന് ഒരുപാട് പണി ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മടുപ്പ് തോന്നുന്നൊരു ദിവസമായിപ്പോയി. പക്ഷേ വീഡിയോ മെയിനായിട്ട് ഞാൻ ഇന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസിൻറേറ്റർ കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ, അപ്പോൾ അതിനെപ്പറ്റിയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒന്നരാടം വീഡിയോ ഇടണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല നിങ്ങളൊക്കെ ആയിട്ടൊരു ഇൻറ്ററാക്ട് ചെയ്തിരിക്കാനും അത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്താലോ. വീഡിയോ ചെറുതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ റാഗി പുട്ടാണ് കേട്ടോ. അപ്പോൾ റാഗി പുട്ടിന് അത്യാവശ്യമായിട്ട് ഉപ്പിടുക, അതേപോലെ തന്നെ തേങ്ങ ഇടുക. അപ്പോൾ നമ്മൾ ഈ റാഗിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേ അറിയാവുന്നവർക്ക് വിട്ട് കളഞ്ഞേക്ക് ഒന്ന് പതിയെ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് കട്ട കുത്തും. അപ്പോൾ ഒരു സുഖമല്ലാത്ത രീതിയിലാകും. നമ്മുടെ അരിപ്പുട്ടിൻ്റെ പോലെ അല്ലല്ലോ, എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇവൻ ടേസ്റ്റിൽ ഇവൻ കുറച്ച് പുറകിലാണെങ്കിലും ഗുണങ്ങളിൽ ഇവനൊരു മന്നൻ തന്നെ. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, കൈൻഡ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്, അതേപോലെ തന്നെ ഫൈബേഴ്സ്, വൈറ്റമിൻസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവനിലുണ്ട്. പക്ഷേ ഇവനിൽ കാർബ് കുറവാണ്. ഈ ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസിന്, എൻ്റെ അപ്പാപ്പനൊക്കെ ഹൈ ഷുഗറായിരുന്നു കേട്ടോ, ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. കൺട്രോൾഡ് ആയിരുന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതിരുന്നപ്പം പിന്നെയും അത് കയ്യിൽ നിന്ന് വിട്ടുപോയി. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു വീക്ക്ലി ത്രൈസ് എങ്കിലും ഇത് ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ. എനിക്ക് റാഗി പുട്ടായിട്ടാണ് ഇഷ്ടം. റാഗി ദോശ ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ റാഗി കൊണ്ടിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാകും. ഷേക്ക് കഴിക്കുന്നവരുണ്ട്. പക്ഷേ പുട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു കഴിച്ചു അങ്ങനത്തെ ഒരു മൈൻഡിലും എന്തെങ്കിലും ഒരു സന്തോഷവും വരുമല്ലോ, അതുകൊണ്ടിട്ടാണ്. അത് എൻ്റെ ഇഷ്ടം കേട്ടോ. എല്ലാവർക്കും അറിയാൻ പറ്റും, ഈ ഡയറ്റ് ചെയ്യണവർക്കും വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റിനും നല്ലതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടല്ല. എനിക്കിത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒമേഗ 3 ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം ഞാനോർക്ക് ഇനിയിപ്പോൾ അത് കൂടുതൽ പോയിട്ട് അതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളിലോട്ടൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഫുഡും കൂടി ഉൾപ്പെടുത്തുന്നത്. എപ്പോഴും നമ്മൾ ബ്രെഡ് ഐറ്റംസ് മാത്രമായിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ ഡിന്നറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാനിതിപ്പം ഇന്നത്തെ വ്ലോഗിൽ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഇത് യൂസ്ഫുൾ ആണല്ലോ. പിന്നെ ചെറുപയർ ഞാൻ പുഴുങ്ങിയതാണ് കേട്ടോ എടുക്കുന്നത്. പുഴുങ്ങിയ ചെറുപയറും പിന്നെ നമ്മുടെ റാഗി പുട്ടും ഒരു കോഴിമുട്ടയും പിന്നെ പപ്പടമാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഉറക്കമാണ്, ഇവക്കുട്ടി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് റാഗി പുട്ട് വലിയ കാര്യമല്ല, കാരണം ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പക്ഷെ തേങ്ങ ഇടുമ്പോൾ അത് ബാലൻസ് ആകും, കുഴപ്പമൊന്നുമില്ല. അവൾ ചോളത്തിൻ്റെ പുട്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് ഇന്ന് ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ ഒരു ഫുഡാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. രാവിലെ രാജാവിൻ്റെ പോലെ തന്നെ ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്കിനി വിശപ്പ് വന്നിട്ട് ഭയങ്കര അധികം വിശക്കുന്നു. കാരണം ഇന്നലെ 6 മണിയോടെ ഞാൻ ഫുഡ് കഴിച്ച് നിർത്തി, പിന്നൊന്നും കഴിച്ചിട്ടില്ല. ചായയാണ് പിന്നെ കുടിച്ചത്. അപ്പോൾ രാവിലെ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ, സീ യു, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു